വിയറ്റ്നാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും. ഇന്ന് രാത്രി മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കും. മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നോർക്കയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര മാർത്തോമ്മ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മണിയോടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ചൊവ്വാഴ്ചയോടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അവിടെ നിന്നും കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായും സർക്കാർ നേതൃത്വം നൽകും. കൊട്ടാരക്കര മാർത്തോമ്മ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ എ.സി. തോമസും ഭാര്യ ലോവേനി തോമസും 32-അംഗ സംഘത്തോടൊപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിനു സമീപം ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് വിനോദസഞ്ചാര ബോട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ എ.സി. തോമസും ഭാര്യ ലോവേനി തോമസും ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.